പ്രിയം നിറഞ്ഞവരെ, நாட்டின் உரிமை வாழ்வையும் ஒருமைப்பாட்டையும் பேணிக்காத்து வலுப்படுத்த செயற்படுவேன் என்று நான் உளமாற உறுதியளிக்கிறேன். ஒருபோதும் வன்முறையை நாடேன் என்றும் சமயம், மொழி, வட்டாரம் முதலியவை காரணமாக எழும் வேறுபாடுகளுக்கும் பூசல்களுக்கும் ஏனைய அரசியலமைப்பின் வழியில் நின்று தீர்வு காண்பேன் என்றும் ഞാൻ ഉളമാറ ഉറുതി കൂറുകേൻ. ഇതാണ് 6ാം ക്ലാസ് മുതൽ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വച്ചുകൊണ്ട് എടുത്തിരുന്ന പ്രതിജ്ഞ. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്, മലയാളത്തിലുള്ള പ്രതിജ്ഞയാണ് ശീലമാക്കിയിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നത് ദിവംഗതനായ കലൈஞർ കരുണാനിധിയായിരുന്നു. അറിയപ്പെട്ട സാഹിത്യ പ്രതിഭ കൂടിയായിരുന്നല്ലോ കരുണാനിധി. അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടി സാഹിത്യശകലം സ്കൂളിൻ്റെ ചുമരിൽ കൊത്തിവച്ചിരുന്നത് ഇങ്ങനെയാണ്: ഞാൻ നീ എന്ന് ചൊല്ലുമ്പോൾ ഉദടുകൾ ഒട്ടാത്, നാം എന്ന് சொன்னால் താൻ ഉദടുകൾ കൂടെ ഒട്ടും. അതിൻ്റെ മലയാളം നമ്മൾ ഭാഷാന്തരപ്പെടുത്തിയാൽ, ഞാൻ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ അധരങ്ങൾക്ക് പോലും ഒരു യോജിപ്പ് വരുന്നില്ലല്ലോ, പരസ്പരം ചേർന്നു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരു അനൈക്യമുണ്ടാകുന്നുണ്ടല്ലോ. എന്നാൽ നാം എന്ന് പറയുമ്പോഴാണല്ലോ നമ്മുടെ അധരങ്ങൾക്ക് പോലും പരസ്പരം യോജിക്കാനും ഐക്യപ്പെടാനും ഒന്നു ചേർന്ന് നിൽക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ബൃഹത്തായ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു വച്ചതുപോലെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. ആ ഒരു സ്വത്വബോധം നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഇനിയും ഏറെ നാൾ ഭരിക്കട്ടെ. നാം എന്ന ചിന്തയിൽ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ ഇനിയും ഒരുപാട് കാലം രാജ്യത്തിൻ്റെ യശസ്സിനു വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി, ഭരണഘടനയുടെ സംരക്ഷണത്തിനു വേണ്ടി കാതങ്ങൾ സ്നേഹത്തോടുകൂടെ മുൻപോട്ട് യാത്ര പോകാനും ഊഷ്മളമായ ബന്ധങ്ങളുടെ സുദൃഢമായ മാതൃകകൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യമാകട്ടെ. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. അനേവർക്കും കുടിയറസു ദിന വാഴ്ത്തുക്കൾ.